എടാ ഇനി നമ്മൾ പറയാൻ പോകുന്നത് പ്രോബബിലിറ്റിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെഷൻ, അല്ലെങ്കിൽ പ്രോബബിലിറ്റിയിലെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എല്ലാ തവണയും ചോദിക്കുന്ന ഒരു ഭാഗമാണ്. ഏതാണ്? കാർഡ് അല്ലെങ്കിൽ കാർഡ്സ് എന്ന് പറയുന്ന ഒരു സെഷൻ. പ്ലസ് 1-ലായാലും പ്ലസ് 2-ലായാലും നമുക്ക് ഒരുപോലെ ഉപയോഗമുള്ള ഒരു സെഷൻ. അപ്പോൾ ഇവിടുത്തെ ഒരു ബേസ് അല്ലെങ്കിൽ കാർഡിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമ്മളൊന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടാകും. അപ്പോൾ ഇന്ന് കാർഡിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും വളരെ വേഗത്തിൽ പറഞ്ഞുതരാൻ പോവുകയാണ്. ശ്രദ്ധിച്ചോളാം. നമുക്ക് ടോട്ടൽ എത്ര കാർഡ്സ് ഉണ്ടാവൂടാ? ടോട്ടൽ എത്ര കാർഡ്സ് ഉണ്ടാവും? നമ്മളുടെ അടുത്ത് 52 കാർഡ്സ് ഉണ്ടാവും. എന്താണ്? 52 കാർഡ്സ് കേട്ടോ. എന്താണ്? 52 കാർഡ്സ്. ഈ 52 കാർഡ്സിൽ ശ്രദ്ധിച്ചോളേ, ഈ 52 കാർഡ്സിൽ ഇതിൻ്റെ നേരെ ഹാഫ്, ഈ 52 കാർഡ്സിൽ 26 കാർഡ് ബ്ലാക്ക് ആണ്. എന്താണ്? 26 കാർഡ് ബ്ലാക്ക് ആണ്. ബാക്കി 26 കാർഡോ? ബാക്കി 26 കാർഡ് റെഡ് ആണ്. മറന്നു പോകരുത്. 26 കാർഡ് ബ്ലാക്കും ബാക്കി 26 കാർഡ് എന്താടാ? റെഡുമാണ്. മറന്നു പോകരുത്, വളരെ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ അല്ലേ? അപ്പോൾ 26 ബ്ലാക്ക് 26 റെഡ്, മൊത്തം 52 കാർഡ്. അതിൻ്റെ നേരെ പകുതി 26 റെഡും 26 ബ്ലാക്കും. ഓക്കെ അല്ലേ? പിന്നെ ശ്രദ്ധിക്കാനുള്ളത് ഇനി ഓരോ ബ്ലാക്കില്ലേ, അതായത് ഈ 26 ബ്ലാക്കിനെ വീണ്ടും 2 പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അതുപോലെ ഈ 26 റെഡിനെ വീണ്ടും 2 സെറ്റായിട്ട് തിരിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഓരോരോ സിമ്പിൾസ് അല്ലെങ്കിൽ ഓരോരോ ചിഹ്നങ്ങളെന്ന് പറയൂലേ, അല്ലെങ്കിൽ ഓരോരോ സ്യൂട്ടുകളെന്ന് പറയൂലേ, ഓരോരോ സ്യൂട്ടുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. മൊത്തം എത്ര സ്യൂട്ടുകളുണ്ട്? 4 സ്യൂട്ടുകളുണ്ട്. 4 സ്യൂട്ടുകൾ. എന്താണ്? 4 സ്യൂട്ടുകളാണ്. ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരൊക്കെയാണുള്ളത്. ഇവരൊക്കെ ഏതൊക്കെയാണ്? ഇവരുടെ പേര് ഏതൊക്കെയാണെന്ന് ഓർക്കുന്നുണ്ടോ? ഞാൻ ശ്രദ്ധിച്ചോ. റെഡിൽ 2 പേരുണ്ട്. ഇവൻ്റെ പേര് ഹേർട്ട് എന്നാണ്. ഹേർട്ട് അല്ലേ? നമ്മൾ ലവ് എന്നൊക്കെ പറയും. ഓക്കെ അല്ലേ? നമ്മൾ ഈ ചീട്ട് കളിക്കാൻ നേരത്ത് നമ്മൾ ഹേർട്ട് എന്നൊന്നും പറയൂല, നമ്മൾ ലവ് എന്നൊക്കെ പറയും. ഇവൻ്റെ പേരെന്താ? ഇവൻ്റെ പേര് ഡയമണ്ട്. നമ്മൾ ഡയമണ്ട് തന്നെയാണ് പറയുന്നത്. ഓക്കെ അല്ലേ? ഇവർ രണ്ടുമാണ് റെഡിലുള്ളവർ. ഓക്കെ അല്ലേ? ഇനി ബാക്കിയുള്ള 2 പേരെ കണ്ടോ? ഇതും ഇവനെ പറയുന്ന പേര് ക്ലബ് എന്നാ. ഇവനെ പറയുന്ന പേരെന്താണ്? ക്ലബ് എന്നാണ്. നമ്മൾ ക്ലാവർ എന്നൊക്കെ പറയും. ചില സ്ഥലങ്ങളിൽ ക്ലാവർ എന്നൊക്കെ പറയും, പൂവ് എന്നൊക്കെ പറയും. ഓക്കെ അല്ലേ? പക്ഷെ നമുക്ക് വേണ്ട പേരെന്താ? ക്ലബ്. ഓക്കെ അല്ലേ? ഇനി ഇവനെ പറയുന്ന പേരെന്താണ്? ഇവനെ പറയുന്ന ഒരു സ്പേഡ് എന്നാണ്. സ്പേഡ്. ഇവനാണ് സ്പേഡ്. ഓക്കെ അല്ലേ? ഈ വിസ്പേഡ് എന്നൊക്കെ പറയില്ലേ ചില സ്ഥലങ്ങളിൽ വിസ്പേഡ് എന്നൊക്കെ പറയും. അത് ഈ സ്പെയ്ഡാണ്. നമ്മൾ എലയെന്നൊക്കെ പറയും ലോക്കലായിട്ട് പറയുവാണെങ്കിൽ. ഓക്കെ അല്ലേ? അപ്പോൾ ഈ പേരുകളാണ് നമുക്ക് അത്യാവശ്യം. സ്പെയ്ഡ്, ഹേർട്ട്, ഡയമണ്ട്, ക്ലബ്. ഓക്കെ അല്ലേ? മൊത്തം 4 സ്യൂട്ടുകളാണുള്ളത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ ബ്ലാക്കിൽ 2 സ്യൂട്ട്. ബ്ലാക്കിൽ 2 സ്യൂട്ട് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? നേരത്തെ പറഞ്ഞ പോലെ ബ്ലാക്കിൽ 2 സ്യൂട്ട് എന്ന് പറയുന്നത് ഇത് ഇങ്ങനെയുള്ളവൻ. ഇവനെ പറയുന്ന പേരെന്താണ്? ഇവനെ പറയുന്നത് ബ്ലാക്കിൽ 2 പേരുണ്ട്. ബ്ലാക്കിൽ ആദ്യത്തവൻ ആരാണ്? ഇത് ഇങ്ങനെയുള്ളവൻ, ഇപ്പൊ പറഞ്ഞ ഇല പോലെ ഇരിക്കുന്നവൻ. ഇവനെ പറയുന്ന പേര് സ്പെയ്ഡ് എന്നാണ്. സ്പെയ്ഡ്. ഇവനാണ് ബ്ലാക്കിലുള്ളത്. പിന്നെ എന്താണ്? പിന്നെ മറ്റേത് പൂ പോലെ ഇരിക്കുന്നവൻ എന്ന് പറഞ്ഞത്. ഓക്കെ അല്ലേ? ഇവനെന്താണ്? ഇവനെ പറയുന്ന പേര് ക്ലബ് എന്നാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ബ്ലാക്കിൽ 2 ആൾക്കാരുണ്ട്. ഒന്നെന്താണ്? ഒന്ന് സ്പെയ്ഡും ഒന്ന് ക്ലബും. സ്പെയ്ഡ് എത്ര എണ്ണം ഉണ്ട്? സ്പെയ്ഡ് മൊത്തം 13 കാർഡ്സ് ഉണ്ട്. 13 കാർഡ്സ്. സ്പെയ്ഡ് മൊത്തം എത്ര കാർഡ് ഉണ്ട്? 13 കാർഡ്സ് ഉണ്ട്. 13 കാർഡ്സ്. ക്ലബ് എത്ര കാർഡ് ഉണ്ട്? ക്ലബും 13 കാർഡ്സ്. ഓക്കെ അല്ലേ? ഇനി നേരെ നമ്മൾ റെഡിലേക്ക് തിരിക്കുവാണ്. റെഡ് മൊത്തം എത്ര കാർഡുകളുണ്ട്? റെഡിനെ വീണ്ടും തിരിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്ന് എന്ത് വരുവാടാ? ഒന്ന് നമ്മുടെ ഹേർട്ട് വരും. രണ്ടാമത്തെ എന്ത് വരുവാടാ? രണ്ടാമത്തെ നമ്മുടെ ഡയമണ്ട് വരും. രണ്ടാമത്തെ എന്താണ്? ഡയമണ്ട്. അപ്പോൾ റെഡിനെ തിരിക്കുവാണെങ്കിൽ എന്താണ്? ഒന്ന് ഹേർട്ടും അടുത്തത് എന്താടാ? അടുത്തത് ഡയമണ്ടും. മറന്നു പോകരുത്. ഒന്ന് ഹേർട്ട്, രണ്ടെന്താണ്? ഡയമണ്ട്. ഓക്കെ അല്ലേ? ഇനി നേരത്തെ പറഞ്ഞതുപോലെ ഹേർട്ട് എത്ര എണ്ണം ഉണ്ട്? ഹേർട്ട് 13 കാർഡാണുള്ളത്. ഓക്കെ അല്ലേ? ഡയമണ്ടും എത്ര കാർഡാണുള്ളത്? 13 കാർഡാണുള്ളത്. ഓക്കെ അല്ലേ? ഇത്ര ഉള്ളൂ പഠിക്കാൻ. അതായത് മൊത്തം 52 കാർഡ്സ്. അതിൻ്റെ നേരെ ഹാഫ് 26 ബ്ലാക്കും
26 റെഡും. എന്നിട്ട് ഇവർ ഓരോന്നിനെയും വീണ്ടും 2ആയിട്ട് ഡിവൈഡ് ചെയ്തു. 13 കാർഡ് സ്പെയ്ഡാണ്, 13 കാർഡ് ക്ലബ്ബാണ്, 13 കാർഡ് ഹേർട്ടാണ്, 13 കാർഡ് ഡയമണ്ട് ആണ്. ഓക്കെ അല്ലേ? ഇനി 13 പേര് ആരൊക്കെയാണ്? അതാണ് ഇമ്പോർട്ടൻറ്റ്. ഇനി അടുത്തത്, ഈ 13 കാർഡ് ആരൊക്കെയാ? 13 കാർഡ്സ് ആരൊക്കെയാ? എല്ലായിടത്തും 13 കാർഡ്സ് ഉണ്ട്. ആ 13 കാർഡ്സ് ആരൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ 2, 3, 4, 5, 6, 7, 8, 9, 10. അതായത് 1, 2, 3, 4, 5, 6, 7, 8, 9. 9 കാർഡ്സ് നമ്പർ കാർഡ്സ് ആണ്. എന്താണ്? 9 കാർഡ്സ് നമ്പർ കാർഡ്സ് ആണ്. ബാക്കി 4 ഒന്ന് നമ്മുടെ എ എന്ന് പറയുന്ന എയ്സ് കാർഡ്. എന്താണ്? എയ്സ് എന്ന് പറഞ്ഞുകൊണ്ട് കിടക്കും. ഓക്കെ അല്ലേ? മറന്നു പോരുത്, എയ്സ്. പിന്നെ ഉള്ളവരെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ കെ വരുന്ന കിങ്. അടുത്തത് ക്യൂ വരുന്ന ക്വീൻ. അടുത്തത് പിന്നെ ഏതാണ്? ഒരു കെ ക്യൂ. പിന്നെ എന്തുണ്ടാ? ഒരു ജെ കൂടിയുണ്ട്. ജെ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഗുലാൻ എന്നൊക്കെ നമ്മളുടെ നാട്ടിലൊക്കെ കളിക്കാനായിട്ടൊക്കെ പറയും. ഇവിടെ നമുക്ക് വേണ്ടത് ജാക്ക് എന്നാണ്. ജാക്ക്. അപ്പോൾ കിങ്, ക്യൂന്, ജാക്ക്. ഓക്കെ അല്ലേ? അപ്പോൾ മൊത്തം 13 കാർഡ്സിൽ ആരൊക്കെയാണുള്ളത്? 2 മുതൽ 10 വരെ 9 കാർഡ്സ് നമ്പർ കാർഡ്സും, ബാക്കി ഒരു എയ്സ് കാർഡ് വരും, എ എന്ന് എഴുതുന്ന കാർഡ്. പിന്നെ ഒരു കെ വരും, ക്യൂ വരും, ജെ വരും, കിങ്, ക്യൂന്, ജാക്ക്. ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഈ കെയും ക്യൂവും ജെയും ഇല്ലേ, ഈ കെയും ക്യൂവും ജെയും ഇവരെ മാത്രമാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? ഫേസ് കാർഡുകൾ എന്ന് പറയുന്നത്. എത്രയാണ്? ഫേസ് കാർഡ്സ് എന്ന് പറയുന്നത്. ഫേസ് കാർഡാണോ? എയ്സ് ഫേസ് കാർഡാണോ? അല്ല. ഫേസ് കാർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കാർഡ് എടുക്കാൻ നേരത്തെ അതിൻ്റെ അകത്ത് പടം, ഫിഗർ അല്ലെങ്കിൽ ഒരു ചിത്രമുള്ളവരാണ് ഫേസ് കാർഡുകൾ. പടമുള്ളത് ആരൊക്കെയാണ്? കിങ്ങിനുണ്ട്, ക്യൂനുണ്ട്, ജാക്കുണ്ട്. എയ്സിന് പടമില്ല, ഈ സൈൻ തന്നെ വലുതാക്കി കൊടുത്തതായിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ എല്ലായിടത്തും ഈ 13 കാർഡുകളുണ്ട്. ഓക്കെ അല്ലേ? ഇത്രേ ഉള്ളൂ പരിപാടി. അതായത് മൊത്തം 52 കാർഡ്സ്, 26 ഓരോന്നും 13 കാർഡ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. എല്ലാ കാർഡിലും 2 മുതൽ 10 വരെ നമ്പർ കാർഡുകളും, കെ, ക്യൂ, ജെ, എയ്സ് ഫിഗർ കാർഡ് അല്ലെങ്കിൽ ലെറ്റർ കാർഡുകളും ഉണ്ട്. അതിൻ്റെ കെ, ക്യൂ, ജെ ആണ് ഫേസ് കാർഡ്. ഓക്കെ അല്ലേ? ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ആൻസറുകൾ എന്ന് പറഞ്ഞേ, മൊത്തം എത്ര റെഡ് കാർഡുകളുണ്ട്? ഒന്ന് വെറുതെ പറഞ്ഞേ, മൊത്തം എത്ര റെഡ് കാർഡുകളുണ്ട്? റെഡ് കാർഡ് 26 ആണുള്ളത് അല്ലേ? 52ൻ്റെ ഹാഫ്. മൊത്തം എത്ര ബ്ലാക്ക് കാർഡുകളുണ്ട്? ബ്ലാക്ക് കാർഡും 26 ആണ്. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, മൊത്തം എത്ര ക്ലബ്ബ് കാർഡുകളുണ്ട്? ക്ലബ്ബ് കാർഡ് എന്ന് പറഞ്ഞാൽ മറ്റേ ഫിഗർ എത്രയാണ്? 13 കാർഡുകളുണ്ട്. മൊത്തം എത്ര ഡയമണ്ട് കാർഡുകളുണ്ട്? 13 ഉണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കണം, മൊത്തം എത്ര കിങ് ഉണ്ടാ? കിങ് ഉണ്ട്. കിങ് എന്ന് പറയുന്നത് ഡയമണ്ടിന് വരും, ഹേർട്ടിന് വരും, ക്ലബിന് വരും, സ്പേഡിന് വരും. മൊത്തം എത്ര കിങ് ഉണ്ട്? 4 കിങ് ഉണ്ട്. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കണം, മൊത്തം എത്ര എയ്സ് ഉണ്ട്? എയ്സും ഇവരെല്ലാം 4 പേരിൽ ഓരോന്നും എത്രയാണ്? 4. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കണം, മൊത്തം എത്ര റെഡ് ക്യൂനുകളുണ്ട്? എത്ര ഉണ്ട്? ക്യൂൻ മൊത്തം 4 എണ്ണമാണ്. അതിൻ്റെ അകത്ത് റെഡ് എത്ര പേരാണ്? അതിൻ്റെ നേരെ ഹാഫ്, 2. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുവാണ്, ടോട്ടൽ എത്ര ഫേസ് കാർഡുകളുണ്ട്? ശ്രദ്ധിച്ചേ, നമ്മൾ പറഞ്ഞു കെ, ക്യൂ, ജെ ആണ് ഫേസ് കാർഡുകൾ. ഇതിലൊരു കെ, ക്യൂ, ജെ ഉണ്ട് 3 എണ്ണം. ഇതിലൊരു കെ, ക്യൂ, ജെ ഉണ്ട്, അപ്പോൾ 6 എണ്ണമായി. ഇതിലൊരു കെ, ക്യൂ, ജെ ഉണ്ട്, അപ്പോൾ എത്രയായി? 9 ആയി. ഇതിലൊരു കെ, ക്യൂ, ജെ ഉണ്ട്, 12 ആയി. എല്ലാത്തിലും 3 എണ്ണം വെച്ച് 4 സെറ്റ് ഉള്ളത് കാരണം മൊത്തം എത്ര ഫേസ് കാർഡുകളുണ്ട്? 12 ഫേസ് കാർഡുകളുണ്ട്. ഇങ്ങനെ ഓരോരോ രീതിയിൽ ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ അല്ലേ? ഇനി ഇതിൻ്റെ പ്രോബബിലിറ്റി എഴുതാൻ വളരെ സിമ്പിളാണ്. ഇതേ നോക്ക്, പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ കിങ് ചോദിച്ചാൽ എങ്ങനെ എഴുതും? നമ്മുടെ ടോട്ടൽ എത്ര കാർഡ് ഉണ്ട്? 52 കാർഡ്സ് ഉണ്ട്. ഓക്കെ അല്ലേ? ഇനി കിങ് എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കണം. കിങ് എത്ര എണ്ണം ഉള്ള ആകെ എത്ര എണ്ണം ഉള്ളൂ? 4 എണ്ണം. അപ്പോൾ ആൻസർ എത്രയാണ്? 4/12. ഇനി പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ബ്ലാക്ക് കാർഡ് ചോദിച്ചാൽ എന്ത് എഴുതണം? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ബ്ലാക്ക് കാർഡ് ടോട്ടൽ എത്ര? 52 കാർഡ്സ്. അവനെ താഴെ എഴുതി. ഇനി ബ്ലാക്ക് കാർഡ് എത്ര എണ്ണമാടാ? പറ. ബ്ലാക്ക് നമുക്ക് എത്ര എണ്ണം ഉണ്ട്? 26. അപ്പോൾ 26 മുകളിൽ എഴുതണം. 26/52. സിമ്പിൾ അല്ലേ? ഇനി നിങ്ങളോട് ചോദിക്കുകയാണ് പ്രോബബിലിറ്റി ഓഫ് ഫേസ് കാർഡ് ചോദിക്കുകയാണ്. പ്രോബബിലിറ്റി ഓഫ് ഫേസ് കാർഡ് എത്രയാണ്? പ്രോബബിലിറ്റി ഓഫ് ഫേസ് കാർഡ്
ടോട്ടൽ 52 താഴെ എഴുതി. എത്ര ഫേസ് കാർഡ് ഉണ്ടെന്ന് അറിയണം. എത്ര ഫേസ് കാർഡുകളുണ്ട് നമ്മളിപ്പോൾ പറഞ്ഞു 12 ഉണ്ട്. ആ 12 മുകളിൽ എഴുതണം. ഇപ്പോൾ സെറ്റ് ആയില്ലടാ, ഇത്ര ഉള്ളു കാർഡ്. അപ്പോൾ കാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ഇത്രയുമാണുള്ളത്. 52, 26, 26, 13 സ്പെയ്ഡ്, 13 ക്ലബ്ബ്, 13 ഹേർട്ട്, 13 ഡയമണ്ട്. എല്ലാ 13കളും 2 മുതൽ 10 വരെ നമ്പേഴ്സ് കാർഡും എയ്സ്, കിങ്, ക്യൂന്, ജെ, കെ, ക്യു, ജെ ഫേസ് കാർഡുകളാണ്. ഇത്രേ ഉള്ളൂ. ഇത്രയും പഠിച്ചാൽ കാർഡ് സെറ്റ് അല്ലേ? ഇത്രേ ഉള്ളൂ.